മെട്രിസസിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിപ്പോൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്. ഫസ്റ്റ് ഓപ്പറേഷൻ അഡിഷൻ ആണ്. അഡിഷൻ നോക്കിയ രണ്ട് മെട്രിസസ് ഉണ്ട്, എ ആൻഡ് ബി. ആ മെട്രിസസിന്റെ പ്രത്യേകത രണ്ടിന്റെ ഓർഡർ എന്താണ്, സെയിം ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. 3/2 3/2. അപ്പൊ അതിനെപ്പറ്റി പിന്നീട് പറയാം. ഓക്കെ, ഈ മെട്രിസസ് എങ്ങനെ ആഡ് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ഇതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ബിക്കോസ് ഇതിപ്പോ എന്താണ് A11, ഇത് എന്താണ് A11. ഓക്കെ, അപ്പൊ അങ്ങനെ കറസ്പോണ്ടിങ് എലമെന്റ്സിന് തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. 18 19 കൂടി ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ 16 എന്തും കൂടി ആഡ് ചെയ്യാം, 15 കൂടി ആഡ് ചെയ്യാം. 60 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, A12 ആണ്. 50 ഇവിടുത്തെ എത്രയാണ്, A12. അങ്ങനെ നോക്കുമ്പോൾ 75 70 65 55 90 75 85 75 ഇങ്ങനെ കറസ്പോണ്ടിങ് എലമെന്റ്സിന് തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫൈനൽ റിസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് A+B എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, AB. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്ത് 3/2 ആയിരുന്നു. ഇപ്പൊ ഇവിടെ എന്താണ്, 2/3 മെട്രിക്സ് ആണ്. രണ്ടും എന്താ 2/3 മെട്രിക്സ് ആണ്. ഓക്കെ, ഇതിനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ √3, ഇവിടെ എത്ര 2. സോ √3 + 2. അതിന്റെ റിസൾട്ട് √3 + 2 നമുക്ക് വേണമെങ്കിൽ 2 + √3 എന്നും കൂടി എഴുതാം. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ 1, ഇവിടുത്തെ എന്താണ് √5. അപ്പൊ 1ഉം √5 കൂടി ആഡ് ചെയ്ത് 1 + √5. ഇതേതാണ് -1ഉം 1ഉം കൂടി ആഡ് ചെയ്യണം. -1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ആൻസർ എന്താണ്, 0. അപ്പൊ ശ്രദ്ധിക്കുക, കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇതേതാണ്, A11 A12 ഏതാ, A13. ഇവിടെ ഏതുണ്ട്, A11 A12 എത്ര, A13. അങ്ങനെ നോക്കി വേണം ആഡ് ചെയ്യാൻ, വേറൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് എഴുതിയെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഓർഡറിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലെ. അടുത്ത രണ്ട് മെട്രിസസ് നോക്കിയ എയും ബിയും. ഈ ഫസ്റ്റ് മെട്രിസസിന്റെ ഓർഡർ എത്രയാണ്, 2/2. സെക്കൻഡ് മെട്രിസസിന്റെ ഓർഡർ എത്രയാണ്, 2/3. അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഓർഡർ എന്തല്ല, സെയിം അല്ല. 2/2 2/3. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ ഇഫ് എ ആൻഡ് ബി ആർ നോട്ട് ഓഫ് ദി സെയിം ഓർഡർ then A+B is not defined because A+B നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാനായിട്ട്, അല്ല സോറി, എയും ബിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ മെട്രിസസ് അഡിഷൻ ചെയ്യണമെങ്കിൽ എന്തോ ഈക്വൽ ആയിരിക്കണം, ഓർഡർ സെയിം ആയിരിക്കണം. ഓക്കെ, അടുത്ത കേസ് ശ്രദ്ധിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലർ ക്വാണ്ടിറ്റി. സോ അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. 2A മീൻസ് എനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. സോ അപ്പൊ അങ്ങനെയുള്ള കേസിൽ എ ആണ് 80 60 75 65 90 85. 2A എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്തും എന്ത് വരും, ഡിഫറൻസ് വരും. എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലർ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഡയറക്റ്റ് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു മൾട്ടിപ്ലിക്കേഷൻ കൂടെ നമ്മൾ നോക്കുന്നുണ്ട്, മെട്രിസസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അത് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ 80 × 2 എത്ര വരും, 160. 2 × 60 120. അങ്ങനെ ഓരോ ടേംസിനെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് 2A എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഇതാണ് 2A. ഓക്കെ, ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഒരു മെട്രിക്സിന്റെ നെഗറ്റീവ് അതെന്ന് പറഞ്ഞാൽ ഈ സെയിം തന്നെയാണ്. അതായത് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എ. അപ്പം എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്, അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, -A ആണ്. അപ്പം മെട്രിക്സ് എയുടെ നെഗറ്റീവ് എന്താണ്, -A. ഈ -A എങ്ങനെയാണ് കിട്ടുന്നത്, നമുക്ക് -1 × A എന്ന് പറയാം അല്ലെ. -A നെ -1 × A. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതിയല്ലോ, മെട്രിക്സ് എനെ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി, നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് ആയി. അപ്പം ഇത് തന്നെ ആയില്ലേ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലർ ക്വാണ്ടിറ്റി. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ A31 -5x. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ -A ആണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 × A. അപ്പൊ ഈ -Aക്ക് വരെ നമുക്ക് വേണമെങ്കിൽ -1 × A എന്ന് എഴുതാം. സോ അപ്പൊ -1 എഴുതി, A എഴുതി. ഇനി ഈ -1 കൊണ്ട് എല്ലാ ടേംസിനെയും എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ -1 × 3 -3 -1 × 1 -1 × -5 +5 -1 × x -x. ഓക്കെ, അപ്പോ ഇവിടെയും സംഭവിച്ചത് -1 കൊണ്ട് എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും ഏകദേശം എന്താണ്, സിമിലർ കാര്യങ്ങളാണ്. ഓക്കെ, എഴുതിയെടുക്കാം. അടുത്തൊരു കേസ് ശ്രദ്ധിക്കുക, ഡിഫറൻസ് ഓഫ് മെട്രിക്സസ്. അതായത് നമ്മൾ അഡിഷൻ പഠിച്ചു, ഇനി അടുത്ത് എന്തുവാ, ഡിഫറൻസ് ആണ്.
അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. നമുക്ക് എ മൈനസ് ബി അല്ല കാണാൻ പറഞ്ഞേക്കുന്നത്, 2a മൈനസ് ബി ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, 2a ഒക്കെ എങ്ങനെ ചെയ്യുന്നു ഇപ്പൊ അറിയാലോ. സോ എ ഉണ്ട്, ബി ഉണ്ട്, നമുക്ക് എന്ത് വേണം? 2a മൈനസ് ബി വേണം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2a മൈനസ് ബി ഇസ് ഈക്വൽ ടു 2a മീൻസ് എന്തുവാ? 2 ഇൻറ്റു എ ആണ്. സോ 2a പകരം 2 പുറത്തിട്ടു, എന്നിട്ട് a ഇങ്ങോട്ട് എടുത്തെഴുതി, a ഇങ്ങോട്ട് വന്നു. ഓക്കെ, മൈനസ് ബി ഏതാണ്? ഇവിടെ ഉണ്ടല്ലോ, ബി ഇങ്ങോട്ട് എടുത്തെഴുതി. ഓക്കെ, അപ്പം 2 ആദ്യം a ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നീട് b എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അറിയാലോ, സ്കെയിലർ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ അറിയാലോ. 2 into 1 2, 2 into 2 4, 2 into 3 6 ആണ്. എല്ലാ എലമെന്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം മെട്രിസസിൽ സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം നമുക്കൊരു എളുപ്പ മാർഗമുണ്ട്. സബ്ട്രാക്ട് ചെയ്താലും കറക്റ്റ് ആൻസർ ആയിരിക്കും കിട്ടുന്നത്, പക്ഷെ തെറ്റിപ്പോയിരിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു മെത്തേഡ് ഉണ്ട്. അതായത് സബ്ട്രാക്ഷൻ കഴിഞ്ഞുള്ള മെട്രിസസിന്റെ സൈൻ അങ്ങ് മാറ്റിയാൽ നോക്കിയേ, ഈ മെട്രിസസിന്റെ ഫുൾ സൈൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. സോ 3 - 3 ആയി, -1 +1 ആയി, 3 -1 ആയി, -1 +1 ആയി, 0 0 2 -2. ഓക്കെ, അപ്പം സബ്ട്രാക്ഷൻ സൈൻ എവിടെ വന്നോ അതിനുശേഷമുള്ള മെട്രിക്സിന്റെ സൈൻ മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി, സെയിം റിസൾട്ട് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 2 - 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ -1, 4 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5, 6 -3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3. അപ്പൊ ഇത് അഡീഷൻ ഒക്കെ അറിയാലോ, കറസ്പോണ്ടിങ് എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 4 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5, 6 0 കൂടെ ആഡ് ചെയ്യുമ്പോൾ 6, 2 -2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര? 0. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് അഡീഷൻ. അഡീഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ്? ഓർഡർ അല്ലെ. അപ്പം ഓർഡർ സെയിം ആയിട്ടുള്ള മെട്രിക്സിന് മാത്രമേ അഡീഷൻ പോസിബിൾ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എന്താ പഠിച്ചത്? മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലർ ക്വാണ്ടിറ്റി. അതറിയാലോ, ഓരോ ടേംസിനെ എന്ത് ചെയ്യണം? നമ്മൾ ആ സ്കെയിലർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ അടുത്തായിട്ട് പഠിച്ചാണ് ഡിഫറൻസ് ഓഫ് മെട്രിസസ്. അപ്പൊ ഈ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു 2a കൂടെ അഡീഷണൽ കയറി വന്നിട്ടുണ്ട്. a മൈനസ് ബി ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക, പക്ഷെ 2a മൈനസ് ബി. അപ്പൊ 2a പ്രശ്നമില്ല, എയുടെ എല്ലാ എലമെന്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2a കിട്ടി. അത് കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ കഴിഞ്ഞിട്ടുള്ള മെട്രിസസിന്റെ സൈൻ മാറ്റിയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഈസി ആയിട്ട് എന്ത് കിട്ടും? 2a മൈനസ് ബി. അപ്പൊ ഈ കിട്ടിയേക്കുന്ന മെട്രിസസ് ആയിരിക്കും 2a മൈനസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിയെടുക്കുക.